മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ ശേഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കാൻ. അതുകൊണ്ട് തന്നെ ആ നടപടികളൊന്നും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. എന്നിരുന്നാലും ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത മൂവ് എന്തായിരിക്കും? കാരണം 1-ാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് അറസ്റ്റ് ചെയ്യേണ്ടവരല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടവരുടെ പട്ടിക നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരാണ്, ഈ ദേവസ്വം ബോർഡുമായി ബന്ധമുള്ളവരാണ്. അങ്ങനെ തിടുക്കത്തിൽ ഇനി അങ്ങോട്ടുള്ള നടപടികൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യാനെടുത്ത 5 ദിവസമാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കസ്റ്റഡി അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് അത്ര താമസം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. തീർച്ചയായും സുഹൈൽ, എന്തായാലും ഇനിയുള്ള നടപടികൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി ഏതെങ്കിലും ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും പുലർച്ചയോടുകൂടി അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. പത്തനംതിട്ട പോലീസ് ക്യാമ്പിൽ എവിടെയെങ്കിലും എത്തിച്ചതിന് ശേഷമായിരിക്കും 12 മണിയോടുകൂടി അദ്ദേഹത്തെ ഈ റാന്നി കോടതിയിലേക്ക്, അതായത് 2 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ശശിധരൻ SP അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എത്തുന്നത് ഉടൻ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ്. അദ്ദേഹം പമ്പയിൽ നിന്ന് സന്നിധാനത്ത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും നിർണായകമായിട്ടുള്ള രേഖകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 9ഓളം ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഉദ്യോഗസ്ഥരെ അടക്കം കസ്റ്റഡിയിൽ എടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഏത് തരത്തിലാണ് ഈ സ്വർണം, എങ്ങനെയാണ് ഇത് കടത്തുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞത് എന്നുള്ളത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ രേഖകൾ അടക്കം തിരുത്തിക്കൊണ്ട് ചെമ്പുപാളികളാണ് എന്നുള്ള തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് ആ രേഖകൾ മാറ്റിക്കൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികളും സ്വർണ്ണക്കട്ടളകളും ഒക്കെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇനി നിർണായകമായി അറിയേണ്ടത്. അത് ഈ ഉദ്യോഗസ്ഥനെ അടക്കം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വർണം എവിടെ, ഈ 4 കിലോയിൽ അധികമുള്ള സ്വർണം എവിടെ പോയി, ഇത് ആരുടെ പക്കലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള പ്രധാനമായ ചോദ്യം ചെയ്യലിലേക്ക്. പക്ഷേ ഈ കൽപ്പേഷിനെ ഏൽപ്പിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോഴും അദ്ദേഹത്തിൽ നിന്നടക്കം ലഭിച്ച മൊഴി സ്ഥിരീകരിക്കുന്നില്ല SIT. കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ മൊഴി വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ അന്വേഷണ സംഘത്തിന്. എന്തായാലും നിലവിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസ്യത ആരിൽ നിന്നും സ്വീകരിക്കുന്നില്ല അന്വേഷണ സംഘം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കും. വരും ദിവസങ്ങളിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.